എൻ്റെ ഭാര്യ തിരിച്ചെത്തിയെന്ന്. മക്കളെയും ഭർത്താവിനെ ഉപേക്ഷിച്ചാല് പോയി. അയാളുടെ ഭാര്യ, അതായത് ഈശ്വരനുണ്ടോ? എത്ര പേര് പറയുന്നു ഈശ്വരനുണ്ടെന്ന്? ഈശ്വരനുണ്ടോ? ഉറപ്പാണ്. എനിക്ക് കാട്ടിത്തരൂ ഈശ്വരനെ. കഴിഞ്ഞ പ്രദോഷം കഴിഞ്ഞപ്പോഴത്തേന് ഒരാഴ്ച കഴിഞ്ഞപ്പം മോക്ക് വിസയും ടിക്കറ്റും ശരിയായി വന്നു. ഭഗവാനെ മുറുകെ പിടിച്ചാൽ എല്ലാ ഭഗവാൻ നടത്തി തരുമെന്ന് എനിക്ക് നല്ല ഉത്തമ വിശ്വാസമായി. എൻ്റെ മോന് ജോലിയില്ലാതിരുന്നു, എൻ്റെ മോക്ക് ജോലിയില്ലായിരുന്നു. ഇതെല്ലാം ഇവിടെ വന്ന് ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് പിന്നെ 3 പ്രദോഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് ദുബായിക്ക് പോയി. വളരെയധികം തിരക്ക് ഇപ്രാവശ്യം വളരെയധികം കൂടിയിട്ടുണ്ട്. വടക്കൻ ജില്ലകളിൽ നിന്നും അതുപോലെ തെക്കൻ ജില്ലകളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ എത്തിയിട്ടുണ്ട്. ഇന്ന് മോൻ്റെ ജോലി, വീട്ടിലെ ശാന്തിയും സമാധാനവും എല്ലാം ഭഗവാൻ മാറ്റി തന്നു. മനസ്സുരങ്ങി ഭാവിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാൻ നമുക്ക് അതിന് പ്രതിഫലം തന്നിരിക്കും, അതിന് ഉറപ്പാണ്. എല്ലാവർക്കും തൊഴണം, മുന്നോട്ട് പോരണേ, തൊഴുതിങ്ങി മുന്നോട്ട് പോരെ, അവിടെ വരെയും തൊഴാം. നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ വരെയും തൊഴാം. പോട്ടെ, നമുക്ക് എന്ത് കാര്യവും നമുക്ക് സാധിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി, നമുക്ക് കിട്ടി ഭഗവാൻ തരും. പട്ടാഴി ആറാട്ടുപുഴ ഇടമനക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനാപുരം താലൂക്കിൽ പട്ടാഴി വില്ലേജിലാണ്. കൊല്ലം ജില്ലയുടെ ഏകദേശം പകുതിക്ക് കിഴക്ക് ഉള്ള നമ്മുടെ ചുറ്റുമുള്ള ഇരുവശവുമുള്ള 2 പ്രധാനപ്പെട്ട ടൗണുകളാണ്. ഒന്ന് അടൂരും കൊട്ടാരക്കരയും. ഹര 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 ശങ്കരായ 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 ശങ്കരീ മനോഹരായ. ഇവിടെ വന്ന് പ്രദോഷമൊക്കെ കഴിച്ച് മകൾ പ്രഗ്നൻ്റായി. ഇന്ന് പൂജ തുടങ്ങുന്നതിന് മുമ്പ് ഒരാൾ ഇവിടെ വന്ന അനുഭവം പറഞ്ഞു. 2 പേര് പറഞ്ഞു, 2 പേർക്കും ജോലിയായി. എൻ്റെ ഭാര്യ തിരിച്ചെത്തിയെന്ന്. ഒരുപാട് പേര് വരുന്നതുകൊണ്ട് എനിക്ക് ഓർമ്മയിരിക്കത്തില്ല എന്നോട് ഒന്ന് പറഞ്ഞ സങ്കടം എന്തുവാണെന്ന്. അപ്പോൾ 1.5 വർഷങ്ങൾക്ക് മുമ്പ് ആര് മക്കളെയും ഭർത്താവിനെ ഉപേക്ഷിച്ചാല് പോയി? അയാളുടെ ഭാര്യ വേറെ ആളുടെ പോയതൊന്നുമല്ല, അവരുടെ വീട്ടിൽ പോയി. മക്കളെയും വേണ്ട, ഭർത്താവിനെയും വേണ്ട. എന്നോട് പറഞ്ഞു 4 പ്രദോഷമേ കഴിച്ചുള്ളൂ, 4ാമത്തെ പ്രദോഷം ഈ ഇന്നത്തെ പ്രദോഷമാണ്. അതിനു മുമ്പ് അവൾ തിരിച്ചു വന്നെന്ന്. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നുവെന്ന്. സത്യമാണോ? ഞാൻ കള്ളമാണോ പറഞ്ഞത്? എന്തിനു വേണ്ടി ഇടമനക്കാവി വന്നേ? മകൾക്ക് ജോലിക്ക് വേണ്ടിയിട്ടായി. എൻ്റെ മോടെ ജോലിക്ക് വേണ്ടി. മോടെ പേര് ശ്രീലക്ഷ്മി. പ്രദോഷം കഴിഞ്ഞിട്ട് പോയപ്പോൾ മോടെ കാര്യങ്ങൾക്കൊക്കെ പിന്നെ ചന്തൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മെസ്സേജ് വന്നു. ഡിസംബറിൽ ഞങ്ങൾ പ്രദോഷത്തിന് നിൽക്കുമ്പോഴാണ് ഇവിടെ വെച്ച് ഞങ്ങൾക്ക് ഫോൺ വരുന്നുണ്ട്. അതെല്ലാം ശരിയായി, താമസിയാതെ അത് അയക്കുമെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ പ്രദോഷം കഴിഞ്ഞപ്പോഴത്തേന് ഒരാഴ്ച കഴിഞ്ഞപ്പം മോക്ക് വിസയും ടിക്കറ്റും ശരിയായി വന്നു. ഭഗവാനെ മുറുകെ പിടിച്ചാൽ എല്ലാ ഭഗവാൻ നടത്തി തരുമെന്ന് എനിക്ക് നല്ല ഉത്തമ വിശ്വാസമായി. നമ്മൾ ഭഗവാനെ എത്രത്തോളം അടുത്തറിയുന്നു, അതിൽ നമുക്ക് പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടെ അടുക്കുക, ഭഗവാനോട് ചേർന്ന് നിൽക്കുക, ഭഗവാനെ കൂടുതൽ ഭഗവാനോട് അടുക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അതാ ഈശ്വരനുണ്ടോ? എത്ര പേര് പറയുന്നു ഈശ്വരനുണ്ടെന്ന്? ഈശ്വരനുണ്ടോ? ഉറപ്പാണ്. എനിക്ക് കാട്ടിത്തരൂ ഈശ്വരനെ. ഒന്ന് കാട്ടിയേ നീ ഈശ്വരനെ. അതെ, ഈശ്വരനെ കാട്ടടാ. നീ തന്നെ ഈശ്വരനാ, നീ തന്നെ ബ്രഹ്മമാ. അതെ, അതാ ഈ 18 പടിയും ചവിട്ടി മുകളിൽ കയറുമ്പോൾ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്താ? തത്വമസി. ഈ ഇരിക്കുന്ന ആര് തന്നെയാ? നീ തന്നെയാ. നീ തന്നെയാ ബ്രഹ്മം, നീ തന്നെയാ പ്രപഞ്ചം, നീ തന്നെയാ ശിവൻ. അതെ, നിങ്ങൾ ഓരോരുത്തരും ആര് തന്നെയാ? ശിവൻ തന്നെയാ. ഞങ്ങൾക്ക് എന്ന് ഇവിടെ വരണമെന്നുള്ള ആഗ്രഹമാണ്. ഒരുപാട് അനുഭവങ്ങളും ഉണ്ട്. ആഗ്രഹങ്ങളൊക്കെ സാധിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എല്ലാം മോൻ്റെ ജോലി, ഭർത്താവിൻ്റെ ജോലി, വീട്ടിലെ ശാന്തിയും സമാധാനവും എല്ലാം ഭഗവാൻ മാറ്റി തന്നു. ഇപ്പോഴും ഭഗവാൻ നമ്മളെ കാക്കും. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം സാധിച്ചു. കാണുന്നവരോട് വരെ എല്ലാവരും വരണം, എല്ലാ മാസം വന്ന് തൊഴണം, ഭഗവാനെ നല്ലതായിട്ട് സമർപ്പണം ചെയ്യുക. ഭഗവാനെ നല്ലപോലെ ഒരുക്കി പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഫലം എപ്പോഴായാലും ഫലം ഉണ്ടാവും അല്ലേ? എനിക്ക് അല്ലാതെ തന്നെ എനിക്ക് വളരെ മനസ്സിന് സന്തോഷവും
എൻ്റെ വീട്ടിൽ അതിനു വേണ്ടിയുള്ള എല്ലാ നേട്ടങ്ങളും എനിക്ക് ഉണ്ടാവുന്നുണ്ട്. മനസ്സിൽ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും 110% കിട്ടൂല്ലേ? കിട്ടും. വരണം മനസ്സിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് എന്ത് കാര്യവും നമുക്ക് സാധിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി, നമുക്ക് കിട്ടി ഭഗവാൻ തരും. പറയാനുള്ള ഞാൻ എൻ്റെ കുഞ്ഞിനൊരു കുഞ്ഞില്ല, അതിനു വേണ്ടിയാണ് വന്നത്. മകൾക്ക് ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ട്. എന്തായി? വന്നിട്ട് ഫലം കാണും, ഉറപ്പാ. ഞങ്ങള് മൂന്നാമത്തെ അത്രയ്ക്ക് വിശ്വാസമുണ്ട്. വിശ്വാസമാണ്. എവിടെ സ്ഥലം? എവിടെയാ? ചെങ്ങന്നൂരിൽ നിന്നാണ് വരുന്നത് അല്ലേ? ചെങ്ങന്നൂര് മഹാദേവന്റെ മണ്ണിൽ നിന്നാണ് ഞാൻ വന്നത്. എല്ലാവരും വരണം, എല്ലാവർക്കും അനുഗ്രഹം കിട്ടുമെന്നുള്ളത് ഉറപ്പാ. ചേച്ചി വയ്യാത്ത കാലമായിട്ട് എവിടുന്നാ വരുന്നേ? എവിടാ? ആറ്റുകാലിന്ന് വരുമോ അല്ലയോ? വന്നിട്ട് എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? വന്നതാണ് മോനെ, ആദ്യമായിട്ടാ വന്നേ. ആണല്ലേ? നമ്മൾ യൂട്യൂബിൽ കണ്ട് ആഗ്രഹിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് 2 മാസമായിരുന്നു. അപ്പനൊന്ന് കാണണമെന്ന് വിചാരിച്ച് ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ എന്തോ ഇടയ്ക്ക് രണ്ടുപേരും എന്നെ കയറ്റി വിട്ടു. ഇവിടെ വന്ന് കണ്ടപ്പോ കണ്ടിട്ട് ഇനിയും വരണമെന്നുണ്ട്. മനസ്സിനൊരു സന്തോഷമുണ്ടോ? സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. ഒന്ന് കണ്ടല്ലോ, എനിക്കത് തന്നെയാണ് ഏറ്റവും വലിയത്. അത് മതി. ഇനി ഒരിക്കൽ കൂടെ വരാൻ സാധിച്ച നമ്മളൊരു 2-3 പ്രാവശ്യം കൂടെ വരാൻ ദൈവം അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. മക്കളെ എല്ലാവരും വരണം. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഭഗവാനുണ്ട്. മനസ്സുരുവി പ്രാർത്ഥിച്ചാൽ മതി. ഭഗവാന്റെ തിരുസന്നിധിയിൽ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ഭഗവാൻ നമ്മളെ കൈവെടുത്താൽ നമുക്കത് സാധിച്ചു തരും. 2 ദിവസം എടുത്താലും 3-ാമത്തെ ദിവസം നമുക്ക് ഉറപ്പായിട്ടും അത് സാധിച്ച് ഭഗവാൻ തരും. അത് യാതൊരു സംശയവുമില്ല. അതിൻ്റെ തെളിവാണ് ഈ തിരക്ക്. ഈ അടുത്ത് കിടക്കുന്നവരെക്കാളും കൂടുതലും അനുഭവം ഉണ്ടാകുന്ന ദൂരെ കിടക്കുന്നവർക്കാണ്. 1-2 പ്രദോഷ പൂജ കഴിയുമ്പോഴത്തെ അവരുടെ കാര്യങ്ങൾ സാധിക്കുകയാണ്. മനസ്സുരങ്ങി ഭാവിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാൻ നമുക്കതിൻ്റെ പ്രതിഫലം തന്നിരിക്കും, അതിന് ഉറപ്പാണ്. എൻ്റെ മോന് ജോലിയില്ലാതിരുന്നു, എൻ്റെ മോക്ക് ജോലിയില്ലായിരുന്നു. ഇതെല്ലാം ഇവിടെ വന്ന് ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് 3 പ്രദോഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മോൾ ദുബായിക്ക് പോയി. ശമ്പളം മേടിച്ച് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചു. ഇപ്പം ജനങ്ങൾ വന്ന് മറിയുക. കണ്ടമാനം ജനങ്ങളാണ് വരുന്നത്. അവരെ നിയന്ത്രിക്കാൻ പോലും ഒക്കാത്ത ഒരു കണ്ടീഷനാണ് നിൽക്കുന്നത്. ജോലി കിട്ടി. സന്തോഷമായോ? സന്തോഷമായി. അവനോട് നല്ല ഭഗവാനെ വിളിച്ചാൽ അത് നമ്മളെ സാധിച്ചു തരും. എൻ്റെ മോന് പ്രദോഷം വന്ന് അവൻ നോക്കി ജോലിയായി. സന്തോഷമായോ? ആ, സന്തോഷമായി. ഭഗവാനോട് എല്ലാവരും പ്രദോഷം എടുക്കുന്നത് നല്ലതാണ്. ഇവിടെ വന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് 2 പ്രദോഷമായപ്പോഴത്തേക്ക് സൗദിയിൽ ജോലിയായി. എല്ലാ മാസങ്ങളിലെയും പോലെ നമ്മുടെ ഈ മാസത്തെയും പ്രദോഷ പൂജയും അഷ്ടാഭിഷേകവും വളരെ ഭംഗിയായിട്ടും വളരെ ഐശ്വര്യത്തോടും സമാപിച്ചിരിക്കുകയാണ്. താരതമ്യേന എനിക്ക് തോന്നുന്നു വളരെയധികം തിരക്ക് ഇപ്രാവശ്യം വളരെയധികം കൂടിയിട്ടുണ്ട്. വടക്കൻ ജില്ലകളിൽ നിന്നും അതുപോലെ തെക്കൻ ജില്ലകളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ എത്തിയിട്ടുണ്ട്. ഇന്ന് ഈ വന്നവർ തന്നെ വീണ്ടും വീണ്ടും വരുന്നു എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു പൂർണ്ണമായ വിശ്വാസത്തിൻ്റെ പുറത്താണ്. നമ്മുടെ പട്ടാഴി ആറാട്ടുപുഴ ഇടമനക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനാപുരം താലൂക്കിൽ പട്ടാഴി വില്ലേജിലാണ്. കൊല്ലം ജില്ലയുടെ ഏകദേശം പകുതിക്ക് കിഴക്ക് ഉള്ള നമ്മുടെ ചുറ്റുമുള്ള ഇരുവശവുമുള്ള 2 പ്രധാനപ്പെട്ട ടൗണുകളാണ്. ഒന്ന് അടൂരും കൊട്ടാരക്കരയും. ഇതിനിടയ്ക്കുള്ള ഒരു ഭേദപ്പെട്ട ടൗണാണ് ഏനാത്ത്. അപ്പോൾ വടക്കൻ ജില്ലകളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് ട്രെയിനിൽ വരുവാണെങ്കിൽ അവർ ചെങ്ങന്നൂർ ഇറങ്ങിയിട്ട് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ഏതൊരു ബസ്സും നമുക്ക് ഉപയോഗപ്പെടുത്താം. കാരണം ഏനാത്ത് എല്ലാ ബസ്സുകളും നിർത്തും. അപ്പോൾ ചെങ്ങന്നൂരിൽ നിന്ന് കയറിയ ഏത് ബസ്സിൽ കയറിയാലും ഏനാത്തിന് ടിക്കറ്റ് എടുക്കുക. അവർ ഭക്തജനങ്ങൾ ഏനാത്ത് ജംഗ്ഷനിൽ ഇറങ്ങുക. എന്നിട്ട് അവിടെ നിന്നും 2.5 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ പട്ടാഴി ആറാട്ടുപുഴ ഇടമനക്കാവ് അർദ്ധനാരീശ്വര ക്ഷേത്രമായി. അതേപോലെ ബസ്സിന് വരുന്ന ജനങ്ങൾക്കും നമ്മുടെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ബസ്സുണ്ട്. അങ്ങനെയുള്ള ബസ്സിൽ കയറിയാൽ മെയിൻ റോഡ് MC റോഡിലൂടെ കോട്ടയം വഴി കടന്നു വരുന്ന കൊട്ടാരക്കര വഴി തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഏതൊരു ബസ്സിൽ കയറിയാലും പട്ടാഴി ആറാട്ടുപുഴ ഇടമനക്കാവ് ശ്രീ നാഗരാജ ക്ഷേത്രത്തിൽ വരാനുള്ള വഴിയായി. ഏനാത്തിറങ്ങി കഴിഞ്ഞാൽ നടന്നു വരാനുള്ള അകലേ ഉള്ളൂ. എങ്കിലും ബസ്സുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് ഓട്ടോയെ നമുക്ക് സ്വാധീനിക്കാം. അതുപോലെ തിരുവനന്തപുരം, കന്യാകുമാരി, തമിഴ്നാട് എന്നൊക്കെ തെക്കൻ ജില്ലകളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്കും തിരുവനന്തപുരത്തു നിന്നും കൊട്ടാരക്കര വഴി കോട്ടയം വഴി കടന്നു പോകുന്ന ഏതൊരു ബസ്സിൽ കയറിയാലും നമുക്ക് ഏനാത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മാതിരി അവിടെ നിന്ന് നമുക്ക് ബസ്സിന് പട്ടാഴി ആറാട്ടുപുഴ ഇടമനക്കാവ് ശ്രീ നാഗരാജ ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ കഴിയും. ഒരു 4-5 ടെലിഫോൺ നമ്പറുകൾ, മൊബൈൽ നമ്പറുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഏതൊരു സമയത്തും ഇവിടെ അത് തീർച്ചയായിട്ടും എടുത്ത് നിങ്ങളുടെ സംശയ നിവാരണം നടത്തുന്നതായിരിക്കും.